പ്രപഞ്ചത്തിൽ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളിൽ ജീവന്റെ തുടുപ്പുള്ള ഏക ഗ്രഹമാണ് ഭൂമി എന്നാണ് കരുതപ്പെടുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നുമുണ്ട്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി രൂപപ്പെട്ടതെന്നാണ് കരുതുന്നത്. പണ്ടു മുതൽ നിരവധി പരിണാമങ്ങൾക്കും മറ്റും വിധേയമായാണ് ഇന്നു കാണുന്ന നിലയിൽ ഭൂമി എത്തിയത്. ഇതിൽ മനുഷ്യർ ഉണ്ടായ കാലം മുതൽ കേൾക്കുന്ന ഒന്നാണ് ലോകാവസാനം. ഇതിനെ സംബന്ധിച്ച് പല പ്രവചനങ്ങളും വന്നിട്ടുമുണ്ട്. ഇന്നും ഇതിൽ പല പരീക്ഷണങ്ങളും ശാസ്ത്രലോകം നടത്തി വരികയുമാണ്. ഇപ്പോഴത്തെ ഇത് സംബന്ധിച്ച പുതിയ കണ്ടെത്തലാണ് ചർച്ചയാകുന്നത്. ജപ്പാനിലെ ടോഹോ സർവകലാശാലയിലെ ഗവേഷകരാണ് പുതിയ കണ്ടെത്തൽ നടത്തിയത്. പുതിയ കണ്ടെത്തൽ ഏകദേശം 1 ബില്യൺ വർഷത്തിനുള്ളിൽ, അതായത് 100 കോടി വർഷത്തിനുള്ളിൽ ഭൂമിയിൽ ഓക്സിജൻ ഇല്ലാതാവുമെന്നും ഇത് ലോകാവസാനത്തിലേക്ക് നയിക്കുമെന്നുമാണ് കണ്ടെത്തൽ. കാലം കൂടുന്തോറും സൂര്യന്റെ ചൂടും പ്രകാശവും വർദ്ധിക്കും. ഇത് ഭൂമിയുടെ കാലാവസ്ഥയെ സാരമായി തന്നെ ബാധിക്കും. ഭൂമിയിലെ ജലം ബാഷ്പീകരിക്കപ്പെടുകയും ഉപരിതല താപനില ഉയരുകയും കാർബൺ ചക്രം ദുർബലമാവുകയും ചെയ്യും. ഇത് സസ്യങ്ങളെ നശിപ്പിക്കുകയും ഓക്സിജൻ ഉൽപാദനം നിർത്തുകയും ചെയ്യുന്നു. ഗ്രേറ്റ് ഓക്സിഡേഷൻ സംഭവത്തിന് മുൻപുള്ള ഭൂമിയെ അനുസ്മരിപ്പിക്കുന്ന ഉയർന്ന മീഥേൽ അവസ്ഥയിലേക്ക് വീണ്ടും ഭൂമി മടങ്ങും. ദ ഫ്യൂച്ചർ ലൈഫ് സ്പാൻ ഓഫ് എർത്ത് ഓക്സിജനേറ്റഡ് അറ്റ്മോസ്ഫിയർ എന്ന തലക്കെട്ടിൽ നേച്ചർ ജിയോ സയൻസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. ഇതിൽ ഭൂമിയുടെ ഓക്സിജൻ ഏകദേശം 1 ബില്യൺ വർഷത്തിനുള്ളിൽ അപ്രത്യക്ഷമാകുമെന്നും ഇത് അതിജീവനം അസാധ്യമാക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. നാസയുടെ പ്ലാനറ്ററി മോഡലിംഗ് ഉപയോഗിച്ച് ടോഹോ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെയാണ് ഈ പ്രവചനം നടത്തിയത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പരിണാമത്തെ കുറിച്ചാണ് പഠനം നടത്തിയത്. ഇതിനായി 4 ലക്ഷം സിമുലേഷനുകൾ നടത്തുകയുണ്ടായി. സൂര്യന്റെ പ്രകാശത്തെയും ആഗോള കാർബണേറ്റ് സിലിക്കേറ്റ് ജിയോ കെമിക്കൽ ചക്രത്തെയും അടിസ്ഥാനമാക്കി ഭൂമിയിലെ ജൈവമണ്ഡലത്തിന്റെ ആയുസിനെ കുറിച്ച് വർഷങ്ങളായി ചർച്ച നടത്തുകയാണ് ടോഹോ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കസുഗി ഒസാക്കി ഒരു വാർത്താക്കുറിപ്പിൽ പറയുകയുണ്ടായി. അമിതമായ ചൂടും പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ കാർബൺ ഡയോക്സൈഡിന്റെ ദൗർലഭ്യവും കാരണം ഭൂമിയിലെ ജൈവമണ്ഡലം അവസാനിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അത് ശരിയാണെങ്കിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ അളവും വിദൂര ഭാവിയിൽ കുറയുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ അത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അത്തരമൊരു അന്തരീക്ഷത്തിൽ ജീവൻ നിലനിൽക്കാമെങ്കിലും നമുക്ക് അറിയാവുന്നതിൽ നിന്നും അത് വ്യത്യസ്തമായിരിക്കും. അമിതമായ ചൂടും കാർബൺ ഡയോക്സൈഡിന്റെ ദൗർലഭ്യവും കാരണം ജൈവമണ്ഡലം 2 ബില്യൺ വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്ന മുൻ കണക്കുകൾ പുതിയ പഠനം മാറ്റുകയാണ്. 2 ബില്യൺ എന്ന കണക്ക് പുതിയ പഠനം ചുരുക്കുന്നുവെന്നും 1 ബില്യൺ വർഷത്തിനുള്ളിൽ ഓക്സിജൻ ഇല്ലാതാകുമെന്നും കസുക്കി ഒസാക്കി പറയുകയുണ്ടായി. ഈ പഠനം ശരിയാവുകയാണെങ്കിൽ ഇനി വെറും 100 കോടി വർഷം കൂടി മാത്രമേ ഭൂമിയിൽ ഓക്സിജൻ നിലനിൽക്കുകയും ജീവന്റെ തുടർപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നുള്ളൂ. ഇതിന് ഉടനെ ചില മുൻകരുതലുകൾ എടുക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്.